അപ്പോഴേ അന്ന് നമ്മൾ പോയ പാർട്ടീൻ്റെ കല്യാണത്തിനാണ് ഇന്ന് പോണത് കേട്ടോ. ഒരുങ്ങി കെട്ടി അവിടെ എത്തിയപ്പോൾ തന്നെ കല്യാണം അടുക്കാനായി, താലികെട്ട് അടുക്കാനായി എന്ന് മട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ പറഞ്ഞ നമ്മുടെ സ്റ്റെയർ ഉണ്ടായിരുന്നല്ലോ, ഒരു കമ്പീൻ്റെ സ്റ്റെയർ, അതിൻ്റെ മേലെ കയറി നിന്നിട്ട് കേട്ടോ ഞങ്ങൾ കല്യാണം കാണുന്നത്. താലിക്കെട്ട് കാണുക എന്നുള്ള മെയിൻ പരിപാടിയെ തോന്നുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് എല്ലാവരും കാണും, എന്തിനാണോ അവൾ കാണുന്നത്. ഞാൻ പിന്നെ കാണാറില്ല, പക്ഷെ അന്ന് പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം അവിടെ വെറുതെ പോസ്റ്റ് അടിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പം എന്താ വെച്ചാൽ സദ്യയാണ്. അപ്പം ഞാൻ ഓരോ വിഭവങ്ങളുടെ വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പകുതി എത്തിയപ്പോൾ സ്റ്റെക്കായി. അപ്പോൾ ഉപ്പ് വിളമ്പിയത് മുകേഷ് ഏട്ടനാണ്, പിന്നെ പുളിങ്കറി വിളമ്പി തന്നത് ചെറുട്ടാട്ടനാണ്, പിന്നെ രഞ്ജിത്തേട്ടൻ വന്നു. അങ്ങനെ പല പല ആളുകളും വന്നു പോയി. സച്ചു ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും സദ്യ വിളമ്പി ചോറ് കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു, നല്ല പായസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് ഓടി. എന്തിനാണെന്നറിയോ? തിരിച്ച് മാറ്റി വരണ്ടേ നമുക്ക്. പെണ്ണിനെ കൊണ്ടുപോകണ വീട്ടിലേക്ക്, ഐ മീൻ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതായതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി മാറ്റി തിരിച്ചു വന്നു. ബസ്സിൽ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ആരും ഡാൻസ് കളിച്ചില്ലേ എന്നുള്ള എനിക്കറിയില്ല, കാരണം എനിക്ക് മൈഗ്രെയിൻ്റെ തുടക്കം അതിനെക്കൊണ്ട് ഞാൻ പാട്ടിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇടിമിക്കലാണ് കേട്ടോ വീട്. അപ്പോൾ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, ഒരു പാടത്തിൻ്റെ ഇങ്ങനെ അതിലൂടെയാണ്. അവിടെ പോയപ്പോൾ നമുക്ക് മിൻറ്റ് ലൈമിൻ്റെ ഒരു ഡ്രിങ്കൊക്കെ തന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ബിരിയാണി കഴിച്ചൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. എനിക്ക് ഈ സീലിംഗ് ചെയ്ത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അവരുടെ വീട്ടിൽ പോയപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് അങ്ങനെ കല്യാണം അതോട് പോയി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി.